നോഹയുടെ പെട്ടകവും അതിലെ ചരിത്ര സംഭവങ്ങളും ഇന്നും ലോകത്തിൻ്റെ ഒരു അത്ഭുതമാണ്. പെട്ടകത്തെക്കുറിച്ച് ശാസ്ത്രീയമായി തന്നെ പഠനം നടത്തി വചനത്തിൻ്റെ ആധികാരികതയും കൃത്യതയും തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ ആഴം ശാസ്ത്രം മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഓരോ വാക്കുകൾക്കുള്ളിലും ആഴങ്ങളുണ്ട്, നിഗൂഢാർത്ഥങ്ങളുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്. നോഹയുടെ പെട്ടകത്തെപ്പറ്റി പരാമർശിക്കുന്ന ഈ ചരിത്രത്തിൽ, അതും വെറും 7 വാക്യങ്ങളിലൂടെ ദൈവം 7000 വർഷത്തെ ചരിത്രം പറയുന്നത് എത്ര പേർക്കറിയാം? മനുഷ്യന്റെ പതനം മുതൽ 1000 ആണ്ട് വാഴ്ച, നിത്യത എന്നിവയെ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള 7 വാക്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനം, ആഴം, നിഗൂഢത. ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. ആമേൻ. വളരെ ലളിതമായി പറഞ്ഞാൽ വേദപുസ്തകം ഉപമകളായാണ് എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനം 78:2 ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, പുരാതന കടങ്കഥകൾ ഞാൻ പറയും എന്ന വചനത്തിന്റെ നിറവേറലും കൂടിയാണത്. മറഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളെ ദൈവം മനുഷ്യർക്ക് ഉപമകളായാണ് വെളിപ്പെടുത്തുന്നത്. ക്രിസ്തു ഉപമകളിലൂടെയാണ് തൻ്റെ ശിഷ്യഗണത്തോട് സംസാരിച്ചതും. ഇത് ദൈവികമായ ഒരു സ്വഭാവമാണ്. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വമെന്ന് സദർശവാക്യം 25:2 പറയുന്നു. ഉപമ എന്നാൽ ദൃഷ്ടാന്ത കഥ, പാരബൽ എന്നും അർത്ഥമുണ്ട്. സംഭവിച്ചതോ സംഭവിക്കാവുന്നതോ ആയ വിഷയ വിവരണങ്ങളിലൂടെ ആത്മീയ സത്യങ്ങളെ പഠിപ്പിക്കുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി പ്രതിഫലിപ്പിക്കുന്നതിനാൽ കെട്ടുകഥകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കേൾവിക്കാരന്റെ ഹൃദയ നിലവാരം അനുസരിച്ച് വിശ്വസിക്കുന്നവർക്കൊരു പ്രത്യേക സത്യത്തെ വെളിപ്പെടുത്തുന്നു. വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവരിൽ നിന്നും സത്യത്തെ മറയ്ക്കുന്നതിനുമാണ് ഉപമകളെ ഉപയോഗിക്കുന്നത്. ഉപമയിലൂടെ ഒരു മുഖ്യ സത്യത്തെ വെളിപ്പെടുത്തുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തിന് പണ്ട് സംഭവിച്ചത് ഇന്ന് ആത്മീയ ഇസ്രായേലിന്, അതായത് നമുക്ക് ദൃഷ്ടാന്തത്തിനാണെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ ജഡപ്രകാരം അവർക്ക് സംഭവിച്ചത് ഇന്ന് നാം ആത്മീകമായി വ്യാഖ്യാനിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം ജഡകണ്ണാൽ ചരിത്രം മാത്രം കാണാതെ അക്ഷരത്തിന്റെ ആത്മാവിനെ തൊട്ടറിയണം. വ്യാഖ്യാനം ആത്മീയമായിരിക്കണം. കാരണം അക്ഷരം കൊല്ലുകയും ആത്മാവ് ജീവിപ്പിക്കുകയും ചെയ്യുന്നു. വചനത്തെ ഇണവചനം കൊണ്ട് ഇണയ്ക്കണം, ചേർത്ത് വയ്ക്കണം. അപ്പോൾ ആത്മാവോട് സംസാരിക്കും. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, അവൻ ഒരു മലങ്കാക്കിയെ പുറത്തു വിട്ടു, അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. മലങ്കാക്കയുടെ സ്വഭാവം അത് പോയും വന്നും കൊണ്ടിരുന്നു. മലങ്കാക്കയുടെ ഈ സ്വഭാവം നമ്മൾ അടുത്ത് കാണുന്നത് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നുത്തരം പറഞ്ഞു. ഇവിടെ മലങ്കാക്കയുടെയും സാത്താന്റെയും പ്രകൃതം ഒന്നായി ഇണച്ചു കാണിക്കുന്നു. അതായത് മലങ്കാക്ക സാത്താനെ അടയാളപ്പെടുത്തുന്നു എന്നർത്ഥം. ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നാം, പ്രവാചകനായ എലീജയ്ക്ക് അപ്പം കൊണ്ടു കൊടുത്ത കാക്ക സാത്താന് പ്രതീകമാണോ? ഉത്തരം അല്ല. അതൊരു കറുത്ത പക്ഷിയാണ്, കാക്കയല്ല. കറുത്ത പക്ഷിയായതിനാൽ അതിന് കാക്ക എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നതാണ്. ഈ ഭാഗം നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കയല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ന്യായപ്രമാണ പ്രകാരം കാക്ക അശുദ്ധ പക്ഷിയാണ്. ദൈവം തന്ന ന്യായപ്രമാണത്തെ ദൈവം തന്നെ ലംഘിക്കുകയില്ലല്ലോ. മാത്രമല്ല ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ഒരു അപ്പം എന്നാൽ 1.5 അടി നീളമുണ്ടായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാക്കയ്ക്ക് ഈ അപ്പത്തെ തൂക്കാൻ കഴിയുമോ? ഇല്ല. അതിനാൽ തന്നെ ഈ പക്ഷി കാക്കയല്ല. പക്ഷെ കഴുകനെ പോലെയുള്ള പ്രകൃതവും ഒരു കറുത്ത പക്ഷിയുമാണ്.
എന്നാൽ കഴുകനല്ല. കറുപ്പായതിനാൽ കാക്ക എന്ന് വിവർത്തകർ കൊടുത്തിരിക്കുന്ന പേരാണ്. സോ മലങ്കാക്ക സാത്താനെ അടയാളപ്പെടുത്തുന്നു. അത് പോയും വന്നും കൊണ്ടിരുന്നു. സാത്താൻ ഊടാടി ചുറ്റി സഞ്ചരിക്കുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിനാണ് മലങ്കാക്കയെ പറത്തിവിട്ടത്. പൊതുവായി വെള്ളം ആത്മാവിനെ അടയാളപ്പെടുത്തുന്നു. പക്ഷെ ഇവിടെ ആത്മാവിനെ കുറിക്കുന്ന അർത്ഥമല്ല കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെള്ളം എന്നത് സമുദ്രം പോലെ അലയടിക്കുന്ന, ഇളകി മറിയുന്ന, രോക്ഷാകുലമാകുന്ന സമുദ്രത്തിലെ വെള്ളത്തെയാണ് കുറിക്കുന്നത്. കർത്താവിന്റെ മുൻപിൽ കടലിളകിയ പോലെ പൈശാചിക സ്വാധീനം, ക്രോധം എന്നിവയെ വെളിപ്പെടുത്തുന്ന വെള്ളം. ഇത് സാധാരണ തെളിഞ്ഞൊഴുകുന്ന വെള്ളമല്ല, പ്രത്യുത പ്രവാഹിക്കുന്ന സമുദ്രമാണ്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ശാന്തമായി ഒഴുകുന്ന വെള്ളമല്ലിത്. യോർദാനെ പോലെ കരകവിഞ്ഞൊഴുകുന്ന മരണമാണ്. അങ്ങനെയെങ്കിൽ പ്രവാഹിക്കുന്ന സമുദ്രം എന്തിനെയാണ് അടയാളപ്പെടുത്തുന്നത്? യെശയ്യാവ് 57-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിനടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ഇവിടെ വെള്ളം ദുഷ്ടന്മാരെയാണ് അടയാളപ്പെടുത്തുന്നത്. വെളിപ്പാട് 17-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ, പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമാകുന്നു. മറ്റൊരു തെളിവ് വെളിപ്പാട് 21-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. സമുദ്രം ഇനി ഇല്ല എന്നാൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദുഷ്ടന്മാർ ഇല്ല എന്നാണ് അർത്ഥം. സമുദ്രം എന്നാൽ ദുഷ്ടന്മാർ എന്ന് അടയാളപ്പെടുത്തുന്നു. കടൽ എന്ന അർത്ഥം മാത്രമല്ലുള്ളത്. 28-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യം വായിച്ചാൽ, ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്നറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു. എന്നാൽ ഭൂതലത്തിലെങ്ങും വെള്ളം നിറഞ്ഞിരുന്നതിനാൽ പ്രാവിന് കാൽ വയ്ക്കാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ചു തന്റെ അടുക്കൽ പെട്ടകത്തിൽ ആക്കി. 7 ദിവസം കഴിഞ്ഞ് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്നും പുറത്തുവിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. ഇവിടെ പ്രാവ് പരിശുദ്ധാത്മാവിനെയാണ് കുറിക്കുന്നത്. ശ്രദ്ധിക്കുക, പ്രാവിന് കാൽ വയ്ക്കാൻ ഇടം കാണാത്തതിനാൽ തിരിച്ചു വന്നപ്പോൾ അപ്പോഴും മലങ്കാക്ക പോയും വന്നും കൊണ്ടിരുന്നു എന്നതാണ്. മലങ്കാക്ക പോയും വന്നും കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടകത്തിനകത്തേക്ക് ഉള്ളിലേക്ക് വന്നു എന്നല്ല അർത്ഥം. പ്രത്യുത പുറപ്പെട്ടു പോയ കാക്ക ചുറ്റിത്തിരിഞ്ഞു പറന്നു, അശുദ്ധിയിലിരുന്നു. ചത്തു പൊന്തിയ ശവശരീരങ്ങൾ ജീർണിച്ച അശുദ്ധി കഴിച്ചു, അതിലിരുന്നു. തിരികെ പേടകത്തിനടുത്തേക്ക് പറന്നു, പേടകത്തിന്മേൽ ചുറ്റി പറന്നു ഇരുന്നു. പക്ഷെ പേടകത്തിനകത്തേക്ക് മാത്രം കയറുന്നില്ല. ജലം വറ്റിപ്പോകുന്നതുവരെ ഇതേ രീതി മലങ്കാക്ക പിന്തുടർന്നു. മലങ്കാക്ക കാൽ വയ്ക്കാൻ ഇടം കണ്ടു. പക്ഷേ പ്രാവ് കാൽ വയ്ക്കാൻ ഇടം കാണാത്തതിനാൽ തിരികെ അകത്തേക്ക് വന്നു. കാക്ക സാത്താൻ അടയാളം. ദൈവത്തെ വിട്ട് വെളിയിൽ വന്നു. ഇന്നും മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയാതെ ചുറ്റി തിരിഞ്ഞു നടക്കുന്നവൻ, സ്വർഗത്തിൽ വിശുദ്ധന്മാരെ കുറ്റം പറയുന്നവൻ, ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നവൻ. കാക്ക ഭൂമിയിൽ വെള്ളം കുറയുന്നതുവരെ പെട്ടകത്തിൽ പോയും വന്നും നിന്നതുപോലെ സാത്താൻ ഭൂമിയിൽ ദുഷ്ടന്മാർ നശിക്കും വരെ സ്വർഗത്തിലും ഭൂമിയിലും
ഊടാടി സഞ്ചരിച്ചു നടക്കുന്നു. പച്ച ഒലിവില വിശ്വാസികളെ അടയാളപ്പെടുത്തുന്നു. പ്രാവ് വൈകുന്നേരത്താണ് തിരിച്ചു വന്നത്. ആത്മീയാർത്ഥം, പകൽ തീരുന്നതിന് മുൻപ്, രാത്രിയുടെ ആരംഭത്തിന് മുൻപ്. പരിശുദ്ധാത്മാവ് പച്ച ഒലിവിലയായ ക്രിസ്തുവിന്റെ മണവാട്ടിയെയും കൊത്തി പറക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ 3 യുഗങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നു. ആദം മുതൽ നോഹ വരെയുള്ള കാലഘട്ടം. 2 പെന്തക്കോസ്തി ദിനം മുതൽ രണ്ടാം വരവിന്റെ കാലഘട്ടം. 3 1000 ആണ്ട് വാഴ്ച, നിത്യത. ഉൽപ്പത്തി 8:8 പ്രാവിനെ കാൽ കുത്തുവാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നതിനാൽ പ്രാവ് തിരികെ പെട്ടകത്തിലേക്ക് പറന്നു. ആദ്യഘട്ടം. ആദാം മുതൽ നോഹ വരെയുള്ള കാലഘട്ടം. പക്ഷെ ഇവിടെ മലങ്കാക്കയ്ക്ക് സ്ഥലമുണ്ടായിരുന്നു. ചത്തുപൊങ്ങിയ ജഡത്തിൽ ഇരുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ ആദ്യ യുഗത്തിന് സമമാണ്. ഭൂമിയിൽ ജലം നിറഞ്ഞിരുന്നതിനാൽ, ദുഷ്ടന്മാർ നിറഞ്ഞിരുന്നതിനാൽ ആത്മവ്യാപാരത്തിന് അന്നിടമില്ലായിരുന്നു. പക്ഷെ കാക്കയ്ക്ക്, സാത്താന് ഇഷ്ടം പോലെ ഇടമുണ്ടായിരുന്നു. രണ്ടാം പ്രാവശ്യം പ്രാവ് പുറത്തേക്ക് പോയി. വൈകുന്നേരം തിരികെ വന്നു. കൂട്ടത്തിൽ പച്ച ഒലിവിലയും, അതായത് പകൽ മുഴുവൻ പ്രാവ് ഭൂമിയിൽ സഞ്ചരിച്ചു. രാത്രിയോട് അടുക്കുന്ന സമയം ഒലിവിലയുമായി പ്രാവ് തിരികെ പെട്ടകത്തിനുള്ളിലേക്ക് പറന്നു. പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ യുഗമാണത്. രാത്രിയുടെ കാലം, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത കാലം, അന്തിക്രിസ്തുവിന്റെ കാലം ആരംഭിക്കുന്നതുവരെ പരിശുദ്ധാത്മാവ് ഇവിടെ കാണും. ശേഷം വിശ്വാസികളെയും കൊണ്ട് അവൻ പറക്കും. ആ കാലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പകൽക്കാലമാണ്, കൃപയുടെ യുഗമാണ്, വൈകുന്നേരമാണ്, രാത്രിയോടടുക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയമാണ്. ഈ യുഗത്തിൽ പ്രാവിനെ കാൽ വയ്ക്കാൻ യേശു ക്രിസ്തുവിന്മേൽ കഴിഞ്ഞു എന്നത് യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെയും അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല. ആത്മീയാർത്ഥം, 3-ാം പ്രാവശ്യം പ്രാവ് തിരികെ വരുന്നില്ല. ഇത് 3-ാമത്തെ യുഗത്തെ കാണിക്കുന്നു. 1000 ആണ്ട് വാഴ്ച, നിത്യത. 38:13 601-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. 3-ാമത്തെ ഈ യുഗത്തിൽ സമുദ്രമില്ല, വറ്റിപ്പോയിരിക്കുന്നു. ആത്മീയാർത്ഥം, ദുഷ്ടന്മാരില്ല, നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനം. നോക്കൂ, 7 വാക്യങ്ങൾ, 7000 വർഷത്തെ ചരിത്രം. 1000 ആണ്ട് വാഴ്ച ആദിയിൽ തന്നെ ദൈവം എഴുതിയിരുന്നു. വെറും 7 വാക്യത്തിനുള്ളിൽ. എന്റെ പ്രിയ സഹോദര, പ്ലാനിങ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ദൈവത്തെ വെല്ലുന്ന ഒരുത്തരും ജനിച്ചിട്ടില്ല. യെശയ്യാവ് 44-ാം അധ്യായം, ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്ത്യനുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, എനിക്ക് സമനായ ആരുണ്ട്? അവൻ അത് ഉദ്ഘോഷിക്കുകയും പ്രഘോഷിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര്? ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എന്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നത ശില എന്റെ അറിവിലില്ല. അതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ ജലം കുറഞ്ഞുവെന്ന് നോഹ അറിഞ്ഞു. ഇന്ന് സമുദ്രം കണക്കെ ദുർമാർഗികൾ കൂടിയിരുന്നാലും, അവർ ഇളകി മറിഞ്ഞാലും, സഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ അഗ്നിയിൽ ജലം വറ്റിപ്പോകും. ദുഷ്ടന്മാർ വെന്തു വെണ്ണീറാകും. ഇന്ന് കലങ്ങി മറിഞ്ഞൊഴുകുന്ന ദുഷ്ടത വറ്റിപ്പോകും. ഇന്ന് പൊങ്ങുന്ന ദുർമാർഗം കത്തിയമരും. 1000 വർഷത്തെ വാഴ്ചയ്ക്ക് മുൻപ് ഭൂതലം ഉണങ്ങിയിരിക്കുന്നത് നീ കാണും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ഇതാ, മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം.
അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും.